പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഒപ്റ്റിമസ് റോബോട്ടുകളെ ഞങ്ങൾ വിപണനമായിട്ട് അല്ലെങ്കിൽ വ്യാപാരാടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്നു എന്നൊരു പ്രഖ്യാപനം. ഇത് ലോകം കേൾക്കുന്നത് വലിയ ആശങ്കയോടുകൂടിയായിരുന്നു. ഇത് എത്രത്തോളം മാനുഷികമായിട്ടുള്ള ജീവിതത്തെ ബാധിക്കും, എത്ര ശതമാനം കണ്ട് ജോലികളെ ഇല്ലാതെയാക്കും, അതോടൊപ്പം തന്നെ അടുത്ത തലമുറയെ എത്ര അപകടത്തിലാക്കുമെന്ന ഒരു രൂപത്തിലുള്ള ചർച്ചയായിരുന്നു ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വസ്തുതാപരമായിട്ടുള്ളൊരു അന്വേഷണമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എലോൺ മസ്കിൻ്റെ വിപ്ലവകരമായിട്ടുള്ള ഒപ്റ്റിമസ് റോബോട്ട് എന്നറിയപ്പെടുന്ന ടെസ്ലയുടെ മാനുഷിക സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പാകപ്പെട്ടിട്ടുള്ള ഒപ്റ്റിമസ് റോബോട്ട്, ഹ്യൂമനോയിഡ് റോബോട്ടിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ ടെസ്ല പുതിയ മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒപ്റ്റിമസ് റോബോട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് യഥാർത്ഥ അഥവാ നമ്മുടെ റിയൽ വേൾഡിൽ സാധാരണ ജോലികൾ ചെയ്യുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. ഈ അവതരണം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒപ്റ്റിമസിൻ്റെ പ്രധാന സവിശേഷതകൾ, സാധ്യതകൾ, അതുപോലെ തന്നെ ഭാവി കാഴ്ചപ്പാടുകൾ എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 2021 ഈ പ്രഖ്യാപനം നടത്തി, അഥവാ ടെസ്ല AI ദിനത്തിൽ ഒപ്റ്റിമസ് റോബോട്ടിനെ കുറിച്ച് ആദ്യ പ്രഖ്യാപനം നടന്നു. ഇതിൻ്റെ യഥാർത്ഥ മാതൃക അന്ന് അവതരിപ്പിച്ചെങ്കിലും അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് എലോൺ മസ്ക് പിന്നീടാണ് വിവരിച്ചത്. അഥവാ ഇങ്ങനെ ഒരു റോബോട്ടിനെ ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്, അത് മാനുഷിക ലോകത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് 2023-24 കാലഘട്ടത്തിൽ, അഥവാ 2 കൊല്ലം തുടർച്ചയായ അപ്ഡേറ്റുകൾ നടത്തുകയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒപ്റ്റിമസ് വലിയ പുരോഗതി നേടുകയും ചെയ്തു. ഇപ്പോൾ ഇതിന് കൂടുതൽ സങ്കീർണമായ ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ടെസ്ലയുടെ വാദം. അതിവേഗം സഞ്ചരിക്കാൻ, അഥവാ മനുഷ്യനെ പോലെ ഓടാനും ചാടാനും കയറ്റം കയറാനും കയറ്റം ഇറങ്ങാനും അഥവാ ഇറക്കം ഇറങ്ങാനും ഒക്കെ വളരെ നന്നായിട്ട് സാഹസപ്പെടുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന കാര്യങ്ങളൊക്കെ വലിയ രൂപത്തിൽ വളരെ സിംപ്ലിഫൈ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നു എന്നതാണ് ടെസ്ല അവകാശപ്പെടുന്നത്. സാങ്കേതിക വിശേഷങ്ങൾ, അതുപോലെ ഒപ്റ്റിമസിൻ്റെ ഡിസൈൻ ശക്തി എന്നിവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി നമ്മൾ രൂപകൽപ്പനയുടെ കാര്യം നോക്കാം. മനുഷ്യനെ പോലെ 5 അടിയും 8 ഇഞ്ച് പൊക്കമുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 57 കിലോഗ്രാം ഭാരവുമുണ്ട്. വളരെ വഴക്കമുള്ള കൈകാലുകൾ, കൃത്യമായ ചലനശേഷിയുമുണ്ട്. അഥവാ മനുഷ്യൻ കൈനീട്ടുന്നത് പോലെ കൈനീട്ടാനും കാലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെ ഈ റോബോട്ടുകൾക്ക് പ്രവർത്തിക്കാനും കഴിയും. യഥാർത്ഥ മനുഷ്യൻ, പക്ഷേ ഇറച്ചി, മജ്ജ, മാംസം എന്നതിലുപരി സ്റ്റീൽ കൊണ്ടും മെറ്റൽ കൊണ്ടും മറ്റ് ബന്ധപ്പെട്ട കോമ്പൗണ്ട്സുകളും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു യഥാർത്ഥ മറ്റൊരു ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യനായിട്ട് നമുക്കിതിനെ പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നാണ് എലോൺ മസ്കിൻ്റെ വാദം. സെൻസറുകളുടെ എന്ന് പറയുന്നത് ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്വയം നിർണ്ണയിച്ച് അതിനോട് പൊരുത്തപ്പെട്ട രൂപത്തിൽ പെരുമാറാനും ഈ റോബോട്ടുകൾക്ക് സാധിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ സ്വന്തം മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിയിട്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തോട് സംവദിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ആ ഒരു ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടിന് മനസ്സിലാക്കാനും അതേ രൂപത്തിൽ അങ്ങനെ തന്നെ സംസാരിക്കാൻ കഴിയുന്നു എന്നത് വളരെ വലിയൊരു വസ്തുതയാണ്. ഏതായിരുന്നാലും മറ്റ് കാഴ്ചപ്പാടുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് റോബോട്ടിൻ്റെ ആന്തരിക തലച്ചോറിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ചിത്രമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചലനശേഷിയാണ്. മനുഷ്യൻ്റെ സന്ധികളെ അനുകരിക്കുന്ന 40-ലധികം ഇലക്ട്രോ മെക്കാനിക്കൽ അക്യുറേറ്ററുകൾ ഇതിലുണ്ട്. ഇത് സങ്കീർണമായ ചലനങ്ങൾക്ക് വളരെയേറെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ടെസ്ലയുടെ വാദം. കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കൈകളിൽ സെൻസറുകളും ഗ്രാബ്സുകളും ഉള്ളതിനാൽ ചെറിയ വസ്തുക്കൾ പോലും കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. എന്ന് പറയുമ്പം വീട്ടിലുള്ള പശുവിനെ പോറ്റാൻ ആവശ്യമായ പുല്ല് അരിഞ്ഞു കൊണ്ടുവരാൻ പോലും ഈ ഒരു ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടിന് സാധിക്കുമെന്നാണ് പറയുന്നത്. തെങ്ങ് കയറാൻ, പശുവിന് ആവശ്യമായിട്ടുള്ള പരിപാലനം ചെയ്യാൻ, കറന്നെടുക്കാൻ എല്ലാം ഈ മനുഷ്യരൂപത്തിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ഒപ്റ്റിമസ് റോബോട്ടിന് സാധിക്കും എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും മനുഷ്യൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ എത്രത്തോളം ഇത് ചേർന്ന് നിൽക്കുമെന്നുള്ളത്. മറ്റൊരു കാര്യം, ഇനിയുള്ള ജീവിതത്തിൽ മനുഷ്യൻ ഏറെ വെല്ലുവിളി നേരിടുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് ജോലി സാധ്യതകൾ ഇതുകൊണ്ട് ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൈകളിലെ സെൻസർ ഗ്രാബ്സുകളും ഉള്ളതുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള പാല് കറന്നെടുക്കുക, ചെറിയ കുട്ടിയെ പരിപാലിക്കുക, അവർക്ക് പൗഡർ ഇട്ട് കൊടുക്കുക, മനുഷ്യക്കുട്ടിയെ പൗഡർ ഇട്ട് കൊടുക്കുന്ന വീഡിയോ പോലും ഇപ്പോൾ ടെസ്ലയുടെ കമ്പനി ഇറക്കിക്കഴിഞ്ഞു. അങ്ങനെ അത്രമേൽ ഡെവലപ്ഡാണ് ഈ ടെസ്ലയുടെ ഒപ്റ്റിമസ് എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് റോബോട്ട്. കൃത്രിമ ബുദ്ധി അഥവാ AI, ഒപ്റ്റിമസിൻ്റെ AI സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ ഓരോന്ന് നോക്കാം. ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് സാങ്കേതിക വിദ്യയുടെ അതേ AI സംവിധാനമാണ്
ഒപ്റ്റിമസിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് റോബോട്ടിനെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാനും പഠിക്കാനും സഹായിക്കുന്നു. ഈ അടുത്ത് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും. വീഡിയോ വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ടുള്ള റോബോട്ടുകൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കുക. ഓൾമോസ്റ്റ് നമ്മളൊക്കെ പറയാറുണ്ട് APPLE ആപ്പിൾ എന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്നുകിൽ ബോർഡിൽ എഴുതി കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഈ കാലത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടാണ്. അതേപോലെ APPLE എന്ന് പറയുന്ന ആ രൂപത്തിൽ ഈ റോബോട്ടിനെ ആ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുത്തുകയും എന്നിട്ട് അതിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കുകയും എഴുതാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ ഓൺ ദി സ്പോട്ടിൽ പഠിക്കുകയും പിന്നീട് ഇതൊരിക്കലും മറക്കാതിരിക്കുകയും ചെയ്യുന്ന വലിയ സവിശേഷതയുള്ള ഒരു സംവിധാനം ഈ ഒപ്റ്റിമസ് റോബോട്ടിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ക്രിമിനൽ സ്വഭാവത്തിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി മനപ്പാടാക്കുകയും അതോടൊപ്പം തന്നെ പൊരുത്തപ്പെട്ട് ആരെയാണോ എന്താണോ എങ്ങനെയാണോ അതൊക്കെ അതിൽ കാണിച്ചതുപോലെ തന്നെ അവരെ വകവരുത്താനുള്ള ആ ഒരു ശേഷി പോലും ഒരുപക്ഷെ ഒപ്റ്റിമസ് റോബോട്ട് കണ്ടെത്തും എന്നുള്ളതാണ് പറയപ്പെടുന്ന ഒരു വലിയൊരു ഭീഷണി. കാഴ്ചപരമായ പഠനം നോക്കുമ്പോൾ ക്യാമറകളുടെ ചുറ്റുപാടുകളെ വിലയിരുത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ ക്രിമിനൽ ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അതേ രൂപത്തിൽ പകർത്തി അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും പോസിറ്റീവ് മാത്രമല്ല നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ള അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഏത് ബേസിലാണെങ്കിലും ഏത് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലാണെങ്കിലും അവിടെയുള്ള എല്ലാ ചുറ്റുഭാഗങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം പ്രവർത്തിക്കാനുള്ള ഒരു സവിശേഷമായിട്ടുള്ള കഴിവ് ഇതിനുണ്ട് എന്നുള്ളതാണ്. അഥവാ സ്വയം പഠിക്കാനുള്ള കഴിവ് എന്ന സവിശേഷമായിട്ടുള്ള കഴിവിനെക്കുറിച്ച് പറയുന്നത് അനുഭവങ്ങളിലൂടെയും പുതിയ വിവരങ്ങളിലൂടെയും റോബോട്ടിന് സ്വയം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ റോഡരികിലൂടെ കൊണ്ടുപോകുമ്പോൾ കണ്ടെത്തിയ കാഴ്ചകൾ ഒരിക്കലും അവർ മറക്കാൻ സാധ്യതയില്ല. എന്നാൽ അതിനേക്കാൾ 10 മടങ്ങ് ശേഷിയുണ്ട് ഇതിനെ ഒരു താഴ്വാരത്തിലൂടെ സ്ട്രീറ്റിലൂടെ കൊണ്ടുപോകുമ്പോൾ ഇത് ഇന്നതാണെന്നും ഇത് ഇന്ന ആളുതാണെന്നും ഇന്ന ഷോപ്പ് ഇന്നതാണെന്നും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഈ റോബോട്ട് കൃത്യമായിട്ട് അത് കാണുകയും അവിടെ എന്താണോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. അഥവാ സ്വയം പഠിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് എന്നുള്ളതാണ്. അഥവാ നമ്മുടെ കയ്യിൽ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വൈഫൈ സിസ്റ്റം കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ സ്വന്തം കണ്ടെത്താനുള്ള കഴിവും ഈ ഒരു സംവിധാനത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും മനുഷ്യൻ്റെ മറ്റൊരു പകർപ്പായിട്ട് ഏകദേശം തുലനം ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമാണ് ഇതെന്ന് ഏകദേശം നമുക്കൊക്കെ തോന്നിപ്പോയേക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു വെല്ലുവിളി വളരെ കൂടുതലാണ്. സങ്കീർണമായ സാഹചര്യങ്ങൾ മനുഷ്യനെ സഹായിക്കാനും സ്വീകരിക്കാനും അതുപോലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ കഴിയും. അഥവാ കൽക്കരി ഖനികളിലും അതുപോലെ തന്നെ ഗോൾഡ് ഖനികളിലൊക്കെ വലിയ പ്രയാസങ്ങൾ മനുഷ്യൻ നേരിടുന്ന മേഖലകളിലൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്താം. എങ്കിലും മനുഷ്യൻ്റെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ പോലും ഇടപെടുന്നത് കൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് നോക്കുമ്പം നിലം തുടക്കൽ അതുപോലെയുള്ള രണ്ടാളുകളായിട്ടുള്ള ഇൻട്രാക്റ്റീവ് അതുപോലെ ഓരോ മെഷീൻ ലേണിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇത്തരം നിലം അഥവാ നമ്മുടെ ഫ്ലോർ തുടക്കുന്നത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ സെറ്റപ്പാക്കി അഥവാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രിട്ടിക്കലാണെന്ന് തോന്നുന്ന മറ്റ് ഓപ്പറേഷനുകൾ പോലും കൃത്യമായിട്ട് ചെയ്യാൻ ഈ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ള ഒപ്റ്റിമസ് റോബോട്ടുകൾക്ക് സാധിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. നിർമ്മാണ യൂണിറ്റുകളിൽ അപകടകരവും ആവർത്തന സ്വഭാവമുള്ളതുമായ ജോലികൾ ചെയ്യാൻ ഒപ്റ്റിമസിനെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് വെൽഡിങ്, പെയിൻറ്റിങ്, പാക്കേജിങ്. വലിയ ഉയരമുള്ള കെട്ടിടങ്ങളിൽ കയറി പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്നതിന് പകരം ഇത്തരം റോബോട്ടുകളെ ഏൽപ്പിച്ചു കൊടുത്താൽ മനുഷ്യനിക്ക് അപകടം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യനിക്ക് ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അല്ല ഇത്തരം റോബോട്ടുകളുടെ ഉടമകളാകാൻ ആർക്കും സാധിക്കുന്നതുകൊണ്ട് അവനവൻ്റെ ജോലി അത്തരം റോബോട്ടുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. മറ്റൊരാൾക്ക് ഇതിൻ്റെ ഒരു വിഹിതം പോലും വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗാർഹിക ജോലികൾ, വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ, പാചകം അഥവാ ഭക്ഷണം പാകം ചെയ്യാൻ ഇനി ഈ റോബോട്ടിനെ ഏൽപ്പിച്ചാൽ മതി എന്നാണ് പറയപ്പെടുന്നത്. സാധനങ്ങൾ എടുത്തു മാറ്റാൻ തുടങ്ങിയ ജോലികൾക്ക് സഹായിക്കാൻ കഴിയും. ഓൾമോസ്റ്റ് ഒരു കുട്ടിയെ വീട്ടിൽ നിന്ന് പീടികയിലേക്ക് അല്ല കടയിലേക്ക് അയക്കുമ്പോൾ അതിന് പകരം ഈ റോബോട്ട് ഒപ്റ്റിമസ് റോബോട്ടിനോട് കാര്യങ്ങൾ പറഞ്ഞ് ആ കട ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അവിടെ പോവുകയും ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുതരികയും ചെയ്യുകയും മാത്രമല്ല അത് ഉപയോഗിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊരു സർവൻ്റ് ഉണ്ടെങ്കിൽ ആ സർവൻറ്റിൻ്റെ എല്ലാവിധ അതിനേക്കാൾ ഉപരി തീറ്റയോ കൂടിയോ ഒന്നും വേണ്ട, ചാർജ് മാത്രം മതി. ആ ചാർജ് ഒന്ന് ചെയ്തു കൊടുത്താൽ എല്ലാ
പണികളും ഇതങ്ങ് സ്വന്തമായി ഒരു മടിയും കൂടാതെ മറുപടിയൊന്നും പറയാതെ കൃത്യമായി ചെയ്തോളും എന്നുള്ളതാണ്. സേവന മേഖലയെക്കുറിച്ച് നമ്മൾ പറയുമ്പം ഹോട്ടലുകൾ, ആശുപത്രികൾ, റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ ഉപഭോക്താക്കളെ സഹായിക്കാനും വിവരങ്ങൾ നൽകാനും സഹായിക്കും. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനും വിനോദിപ്പിക്കാനും ഒപ്റ്റിമസിനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. നമ്മുടെ വീടുകളിലുള്ള പല പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വീട്ടിൽ നിന്ന് കുട്ടികൾ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് റോബോട്ടിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ആ റോബോട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തോളൂ എന്നുള്ളതാണ്. ഏത് എങ്ങനെ പഠിപ്പിക്കും എന്നതിനെക്കുറിച്ചൊക്കെ അതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനും അവരോടൊപ്പം കളിക്കാനും ഈ റോബോട്ടുകൾക്ക്, ഒപ്റ്റിമസ് റോബോട്ട്, ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് സാധിക്കുമെന്നാണ് ടെസ്ല അവകാശപ്പെടുന്നത്. വലിയ തോതിലുള്ള ഉൽപ്പാദനമാണ് പദ്ധതി എന്നാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു വർഷം ലക്ഷക്കണക്കിന് ഒപ്റ്റിമസ് യൂണിറ്റുകൾ നിർമ്മിക്കാൻ ടെസ്ല പദ്ധതി ഇടുന്നുണ്ട്. അഥവാ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഇന്ത്യ രാജ്യം, കേരളത്തിലടക്കം ഈ റോബോട്ടുകൾ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. കാരണം മറ്റൊന്നുമല്ല, ടെസ്ല ഇന്ത്യയിൽ ഒരു ലോഞ്ചിങ് നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ടെസ്ലയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് പെട്ടെന്ന് തന്നെ വളർന്നു പന്തലിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കുറഞ്ഞ ഉൽപ്പാദന ചെലവാണ് മറ്റൊരു സവിശേഷത. ഒരു കാറിനേക്കാൾ കുറഞ്ഞ ചെലവിൽ റോബോട്ടുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യം. ഏകദേശം $20,000 $20,000 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കണക്കനുസരിച്ച് നമുക്കൊന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ 20,000 ഗുണിക്കണം 80 രൂപ അടിക്കുകയാണെങ്കിൽ ഒരു 16 ലക്ഷം രൂപയ്ക്ക് നമുക്കിവിടെ വാങ്ങി വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വിലയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സ്വയം നിയന്ത്രിത ഫാക്ടറികൾ, റോബോട്ടുകൾ തന്നെ റോബോട്ടുകളെ നിയന്ത്രിക്കുന്ന ഫാക്ടറികളാണ് എലോൺ മസ്കിൻ്റെ സ്വപ്നം. എന്ന് പറഞ്ഞാൽ റോബോട്ടുകൾ ഉണ്ടാക്കാനാണ് ഈ മനുഷ്യൻ്റെ സഹായമില്ലാതെ പുതിയ തരം റോബോട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള പുതിയ സവിശേഷതകൾ നമ്മൾ കാണുന്നു. ഏതായിരുന്നാലും ഒപ്റ്റിമസ് റോബോട്ടിൻ്റെ ഭാവിയിൽ വലിയ സാമ്പത്തിക സാധ്യതകളുണ്ടെന്നാണ് ടെസ്ല അവകാശപ്പെടുന്നത്. ഇതിൽ പ്രധാനമായി കാണുന്ന എലോൺ മസ്കിൻ്റെ അഭിപ്രായത്തിൽ ഇനിയുള്ള ലോകം ടെസ്ലയുടെ റോബോട്ടുകളായിട്ടുള്ള ഒപ്റ്റിമസ് റോബോട്ട് ഭരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ലോകം ഇനി വലിയ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറാകുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കുറേ നൂറ്റാണ്ടുകൾ എന്നതിന് പകരം മാസങ്ങൾക്കപ്പുറം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇലോൺ മസ്കിൻ്റെ ഒപ്റ്റിമസ് റോബോട്ട് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടുതൽ ഉപകാരമുണ്ടെങ്കിൽ പോലും വലിയ വലിയ വെല്ലുവിളികൾ ഉണ്ട് എന്നതിൽ യാതൊരു തർക്കമില്ല. കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. എന്തൊക്കെയാണെങ്കിലും 16 ലക്ഷം 20 ലക്ഷത്തിൻ്റെ ഇടയിൽ ഒരാൾക്കുണ്ടെങ്കിൽ അതൊരു എമൗണ്ടായി സ്വരൂപിച്ച് ഈ ഒപ്റ്റിമസ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ A to Z ജോലികളൊക്കെ അവിടെ ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വലിയ രൂപത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് കാലത്താണ് ഇത് വരിക? 20-18 ലക്ഷം രൂപയ്ക്ക് ഇത് വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. യൂണിറ്റുകൾ അഥവാ ദശലക്ഷക്കണക്കിന് യൂണിറ്റുകളാണ് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ടെസ്ല രൂപീകരിച്ചിട്ടുള്ളത്. ആ ഫാക്ടറികളിൽ മനുഷ്യൻ്റെ സഹായമില്ലാതെ മറ്റ് റോബോട്ടുകളാണ് ഇത്തരം റോബോട്ടുകളെ ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമതയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും മനുഷ്യൻ ഇത് ബാധിക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.